ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്ക തീയലിൻ്റെ റെസിപ്പി ആയിട്ട് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഞാൻ 2 പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടതാണ് നമുക്ക് കറിവേപ്പില വേണം, ചെറിയുള്ളി വേണം, ഇഞ്ചി വേണം. അപ്പം ഞാൻ 3 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പം കറിവേപ്പിലയൊക്കെ ഇത്തിരി കൂടുതലിട്ടുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ, അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, ഇതേപോലെ. പിന്നെ അതിലേക്ക് 2 പച്ചമുളകാണ്, ഇച്ചിരി മുഴുത്ത മുളകായതാണ് കൊണ്ട് ഇത് ഇത്രയുണ്ട് കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ. പിന്നെ ചെറിയുള്ളി ആട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്, അത് ഇച്ചിരി കൂടുതൽ തന്നെ വേണം. ഇനി ഇതിലേക്ക് വേണ്ട ഒരു 1.5 മുറി തേങ്ങ ചിരണ്ടിയതാണ്. ഈ തേങ്ങ നമ്മൾ വറുത്തരച്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടാക്കുമ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തേങ്ങ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. മസാല ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ നമ്മുടെ പാവയ്ക്കയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ നമ്മുടെ പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇച്ചിരി കട്ടി കൂട്ടിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പാവയ്ക്കയും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ നമുക്ക് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ തേങ്ങ ഏകദേശം പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ മീറ്റ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ നിറച്ചില്ല കേട്ടോ. അത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മളിപ്പം തീ ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മുടെ മസാലകളെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിന് ആവശ്യമായിട്ടുള്ള അതെല്ലാം ചെറിയ സ്പൂൺ മുളക് പൊടി. ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്പൂൺ വലുതായതാണ് കൊണ്ട് ഞാൻ അളവ് കുറച്ചായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതും കൂടെ നമുക്ക് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറാനായിട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാവേ. ഇപ്പോൾ ഇത് ഈ സമയത്തെല്ലാം ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. കാരണം നമ്മുടെ ചിലപ്പോൾ നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ എടുക്കുന്നത് കേട്ടോ. ഇനി അതിന് ശേഷം തേങ്ങ മാറ്റി വെച്ചതിന് ശേഷം ആ ചീനിച്ചട്ടിയിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മുടെ പാവയ്ക്കായ നമുക്കൊന്ന് വറുത്തെടുക്കാനായിട്ട്. വറുത്തെടുക്കാൻ നമ്മൾ മെഴുക്കുവരട്ടിക്കൊക്കെ വെക്കുന്ന ആ ഒരു പരുവത്തിലാട്ടോ നമ്മുടെ പാവയ്ക്ക നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാവയ്ക്കായ. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ തണുക്കാനായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ വറുത്തത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ പുളി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വാളം പുളി കുറച്ച് വെള്ളം ഒഴിച്ച്. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. കാരണം ജാറ് ചൂടാകാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലതായിട്ട് പേസ്റ്റ് പരുവത്തിനായിട്ടുണ്ട്. നമ്മളിതൊക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ അരകല്ലിൽ അരയ്ക്കുവാണ് ഏറ്റവും നല്ലത്. പിന്നെ മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചായിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനിത് നമ്മളെ പാവയ്ക്കകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പുളി പിഴിഞ്ഞ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ പുളി ഉപ്പും എല്ലാം ഒരു ബാലൻസായി നമ്മുടെ കറിക്ക് ടേസ്റ്റ് ആകാനായിട്ട്. പക്ഷേ എൻ്റെ ഈ ശർക്കര ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. പക്ഷേ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റ്. ശർക്കരയുടെ രുചി എന്ന് പറഞ്ഞാൽ വേറൊരു ഇതാട്ടോ. അപ്പോൾ എൻ്റെ ഈ ശർക്കര ഇല്ലായിരുന്നു. അപ്പോൾ ശർക്കരയുള്ളവരാണെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. മധുരവും പുളിയും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കറി നല്ലതായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. ശർക്കര ഉണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കും. ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന നല്ലൊരു തീയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.